എല്ലാവരുടെ ലക്ഷ്യം ഒരു ജോലി കണ്ടെത്തുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. കാരണം നമസ്കാരം, എന്നെ കുഞ്ഞിയാണ് കുവൈത്തിൽ നിന്നും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിട്ടുള്ളത്, കുവൈത്തിൽ ഒരുപാട് ആൾക്കാർ ജോലി അന്വേഷിച്ച് വരുന്നുണ്ട്. പുതുതായി ഇനിയും ഒത്തിരി ആൾക്കാർ വരാനുണ്ട്. എല്ലാവരുടെ ലക്ഷ്യം ഒരു ജോലി കണ്ടെത്തുക. നമ്മൾ അറിയാതെയും നമ്മൾ ശ്രമിക്കാതെയും ഒരുപാട് ജോലി സാധ്യതകൾ കുവൈറ്റിലുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ളൊരു വിഷയമായിട്ടാണ് ഇന്ന് നിങ്ങൾ മുമ്പിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ കൂടെ ഉള്ളത് ഡ്രീംസ് ട്രീയുടെ MD രഞ്ജിത്ത് സാറാണ്. നമസ്കാരം. നമസ്കാരമുണ്ട് സാറേ, എന്താണ് ഡ്രീംസ് ട്രീ? ഡ്രീംസ് ട്രീ കുവൈറ്റിലെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ ലൈസൻസോടുകൂടിയുള്ള ഒരു ട്രെയിനിങ് അക്കാഡമിയാണ്. ജോബ് ഓറിയൻറ്റഡ് കോഴ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന കോഴ്സുകളാണ് ഡ്രീംസ് ട്രീ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഹെൽത്ത് കെയർ മേഖലയിലെ കെയർ ഗിവിംഗ്, GDA, GNA പ്രോഗ്രാംസ്, മെഡിക്കൽ കോഡിംഗ് പ്രോഗ്രാംസ്, പ്രൊമട്രിക്, അതേപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്, ഓഫീസ് മാനേജ്മെൻറ്റ് ആൻഡ് സെക്രട്ടറിയൽ പ്രോഗ്രാംസ്, അതേപോലെ ലാംഗ്വേജ് ട്രെയിനിങ് ലൈക്ക് IELTS, OET, PT, ജർമ്മൻ ലാംഗ്വേജ്, അതേപോലെ ഒട്ടനവധി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉൾപ്പെടെ ഒട്ടനവധി ട്രെയിനിങ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ട്രെയിനിങ് അക്കാഡമിയാണ്. സാർ, നിങ്ങൾ ഈ പറഞ്ഞതിലെ രണ്ട് കാര്യം ഒന്ന് വിശദമാക്കേണ്ടതുണ്ട്. അതായത് ഒന്ന് കെയർ ഗിവർ എങ്ങനെയാണ് നിങ്ങൾ അതിൽ ജോലി സാധ്യതകൾ, അവർക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക, ഒന്ന് വിശദീകരിക്കുക. ഒരുപാട് ആൾക്കാർക്ക് ഇത് ഉപകാരമുള്ള സംഭവങ്ങളാണ്. തീർച്ചയായും 10ാം ക്ലാസ് പാസ്സായവർക്കും +2 പാസ്, ഡിഗ്രി ഹോൾഡേഴ്സ്, അനേക ആൾക്കാർക്ക് ജോലി സാധ്യതയുള്ളൊരു മേഖലയാണ് മെഡിക്കൽ ഫീൽഡ്. അതുപോലെ കെയർ ഗിവിംഗ് പ്രോഗ്രാം, അത് പ്രായമുള്ള ആൾക്കാരെ നോക്കാനുള്ളൊരു മനസ്സുള്ള ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റും. തീർച്ചയായും എന്ന് പറഞ്ഞാൽ ബെഡ്ഡനായിട്ടുള്ളൊരു പേഷ്യൻറ്റിനെ എങ്ങനെ ഫീഡ് ചെയ്യാം, എങ്ങനെ പാമ്പർ ചേഞ്ച് ചെയ്യാം, ടെമ്പറേച്ചർ പ്രഷർ എടുക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ ബെഡ് സോർ ഉണ്ടെങ്കിൽ വൂണ്ട് ക്ലീനിങ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡ്രസ്സിങ് ചെയ്യുന്നത് എങ്ങനെയാണ്, വീൽ ചെയറിൽ നിന്ന് ബെഡിലോട്ടുള്ള ലിഫ്റ്റിങ് ഇതെല്ലാം ചെയ്യാൻ മനസ്സുള്ള ആർക്കും ഈ കോഴ്സ് പഠിക്കാവുന്നതാണ്. അതിൻ്റെ ജോലി സാധ്യത ബാബ കെയർ, മാമ കെയർ, ബേബി കെയർ, ഓട്ടിസം എന്ന കുഞ്ഞുങ്ങളെ നോക്കുന്ന ഡൊമസ്റ്റിക് കെയർ പോലത്തേത്, അതേപോലെ യൂറോപ്യൻ കൺട്രി കെയർ ഹോംസിൽ തന്നെ ജോലി സാധ്യത വളരെ ഏറെയുള്ള ഒരു ഫീൽഡാണ് മെഡിക്കൽ ഫീൽഡിൽ കെയർ ഗിവിംഗ് പ്രോഗ്രാംസ്. അല്ല, ഇത് ഞാൻ എടുത്ത് ചോദിക്കാൻ വേണ്ടി കാരണം ചില ആൾക്കാർക്കുള്ള ഡൗട്ട്സ്, നാട്ടിൽ നിന്ന് നേഴ്സിംഗ് പഠിച്ചിട്ട് വന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു ജോലി ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ള ഒരു ഡൗട്ട്സ് ഉണ്ട്. ഈ കെയർ ഗിവർ അല്ലല്ല, ഇത് വീടുകളിൽ ബാബ കെയറും മാമ കെയറും ബേബി കെയറും ഒക്കെ ചെയ്യുന്നത് കെയർ ഗിവിംഗ് പ്രോഗ്രാം, സർട്ടിഫൈഡ് ആയിട്ടുള്ള കെയർ ഗിവിംഗ് പ്രോഗ്രാം. ഇപ്പോൾ നിങ്ങൾ ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും പഠിച്ചിറങ്ങിയ ആൾക്കാർക്ക് കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഫ്രം UKയുടെയും അതേപോലെ തന്നെ അമേരിക്കൻ ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ്റെയും സർട്ടിഫിക്കേഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. കാരണം ഒത്തിരി ആൾക്കാർ ജോലി അന്വേഷിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഇത് ഉപകാരപ്പെടും. അടുത്തത്, നിങ്ങളതിൻ്റെ ഇടയിൽ ഞാൻ പറയുന്ന കേട്ടോ, പ്രോമെട്രിക്. മുമ്പൊക്കെ കുവൈത്തിൽ പ്രോമെട്രിക്കിന്റെ അങ്ങനെ എനിക്കൊന്ന് 2 വർഷം മുമ്പ് ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു വർഷമായതേ ഉള്ളൂ നിർബന്ധമാക്കിയിട്ടുള്ളത്. അതെ. അപ്പോൾ നേരത്തെ MOHന്റെ അണ്ടറിലുള്ള 30 ക്വസ്റ്റ്യൻസ് എക്സാംസ് ആയിരുന്നു. ഇപ്പോൾ പ്രൊമട്രിക് ആക്കിയത് ഏതാണ്ട് 12 months, 1 year, ഓൾമോസ്റ്റ് 1 year ആയിട്ടുണ്ട് പ്രൊമട്രിക് ആയിട്ട്. അതായത് ഇപ്പൊ ഇത് നിങ്ങളോട് ഞാൻ പറയേണ്ട കാരണം എന്താ വെച്ചെങ്കിൽ, ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കുവൈത്തിൽ പ്രോമെട്രിക് എഴുതാതെ വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വരും നാളുകളിൽ ഇപ്പൊ തന്നെ മിനിസ്ട്രിയിൽ അവിടെയൊക്കെ അവസരങ്ങളൊക്കെ വരുന്നുണ്ട്. തീർച്ചയായും. അപ്പൊ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ്, ഓൺലൈനാണോ ഓഫ്ലൈനാണോ, എങ്ങനെയൊക്കെ ക്ലാസ്സുകൾ? ഓൺലൈനും ഉണ്ട് ഓഫ്ലൈനും. വിശദീകരിച്ചു കൊടുക്കുക സാറേ, ഒത്തിരി ആൾക്കാർ ഇതിന് കാത്തിരിക്കുന്ന ആൾക്കാർ. ക്ലാസ്സുകൾ ഓൺലൈനും ഉണ്ട് ഓഫ്ലൈനും ഉണ്ട്. അതേപോലെ തന്നെ ഇത് 150 MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സംടൈംസ് 60% ആയിരിക്കും പാസിംഗ് റേറ്റ്, 55 ആണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം ഇത് നേഴ്സുമാർക്ക് മാത്രമല്ല, പാരാമെഡിക്കലായിട്ടുള്ള ഡെൻ്റൽ പ്രൊമട്രിക് ചെയ്യുന്നുണ്ട്, റേഡിയോഗ്രാഫി ചെയ്യുന്നുണ്ട്, ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രൊമട്രിക്കിൻ്റെ മെഡിക്കൽ മേഖലയിലുള്ള കംപ്ലീറ്റ് പ്രൊമട്രിക്സും ഡ്രീംസ് ട്രീ ഇവിടെ. ഇതിൻ്റെ എക്സാമിൻ കുവൈത്ത് MOHുമായി ബന്ധപ്പെട്ട അല്ല നാട്ടിലാണ്? MOH തന്നെ നടത്തുന്നതാണ്, കുവൈത്തിൽ നടത്തുന്നത്. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ സാറേ, ഇപ്പോൾ ഏത് മേഖലയിൽ പോയെങ്കിലും ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണം. ഇപ്പോൾ കെയർ ഗിവറിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ സ്വദേശികളുടെ വീട്ടിൽ പോയെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ഒത്തിരി അമേരിക്കൻസ് പല ആൾക്കാരും കെയർ ഗിവർ എടുക്കുന്നുണ്ട്. അതെ. അപ്പോൾ ഇത് ഇംഗ്ലീഷ് നിർബന്ധമാണ്. അപ്പോൾ അത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? ഏതൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതും കൂടെ ഒന്ന് പറ.
ഇംഗ്ലീഷിൻ്റെ ബേസിക് ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ തൊട്ട് ലേൺ ഇംഗ്ലീഷ് പ്രോഗ്രാം, റൈറ്റിംഗ് പാർട്ട്, റീഡിങ്, ലിസണിങ് പാർട്ട്, സ്പീക്കിംഗ് സെക്ഷൻസ് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ ബിസിനസ് ഇംഗ്ലീഷ്, മാനേജർ ലെവലിലുള്ള ആൾക്കാർക്ക് കമ്മ്യൂണിക്കേഷൻസ്, ഒരു മെയിൽ എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്ത് വിടാം, അതിനെങ്ങനെ റിപ്ലൈ കൊടുക്കാം, അതേപോലെ മാനേജ്മെൻറ്റ് ലെവലിൽ ബിസിനസ് ഇംഗ്ലീഷ് കൊടുക്കുന്നുണ്ട്. അതേപോലെ യൂറോപ്യൻ കൺട്രീസ്, ഷെങ്കൻ കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യാൻ പോകേണ്ടവർക്ക് വേണ്ടിയുള്ള IELTS, PT, OET ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ് മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്. അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ, ഉപകാരപ്പെടും. അത് നമ്മൾ IDP ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ അക്രഡേറ്റഡ് ട്രെയിനിങ് പാർട്ട്നേഴ്സാണ്. നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള IDP ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ അംഗീകാരമുള്ള ട്രെയിനേഴ്സാണ്, സർട്ടിഫൈഡ് ട്രെയിനേഴ്സാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. ഇപ്പം നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. സാറേ, നാട്ടിൽ ഇപ്പോൾ കേരളത്തിലായെങ്കിലും ഇന്ത്യയിലായെങ്കിലും ഒരുപാട് ഇതുപോലുള്ള അക്കാദമികളുണ്ട്. അതിൽ നിന്നും എന്താണ് നിങ്ങളുടെ ഈ ഡ്രീംസ് ട്രീ വ്യത്യാസമായിട്ടുള്ളത്? നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇതിനകത്തിൽ ഡ്രീംസ് ട്രീയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ കോഴ്സുകളും ഡ്രീംസ് ട്രീയിലുണ്ട്. 180 പകരം കോഴ്സുകളാണ് ഡ്രീംസ് ട്രീ റൺ ചെയ്യുന്നത്. ഈ ഓരോ കോഴ്സിനും അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് ഡ്രീംസ് ട്രീയുടെ വിജയം. ഡ്രീംസ് ട്രീ പഠിപ്പിക്കുന്ന മെഡിക്കൽ മേഖലയെ പഠിപ്പിക്കുന്ന ഡോക്ടേഴ്സും MSc നേഴ്സുമാരും BSc നേഴ്സുമാരുമാണ് മെഡിക്കൽ മേഖലയിൽ ക്ലാസ് എടുക്കുന്നത്. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് IDP ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. അതാത് മേഖലയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ഇത് PMB പഠിപ്പിക്കുന്നത് 35 വർഷം 40 വർഷത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സാണ് PMB, കോൺട്രാക്ട് മാനേജ്മെൻറ്റ്, പ്രൈമവേര 6 പോലത്തെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ട്രെയിനിങ് പ്രോഗ്രാം ചെയ്യുന്നുള്ളത്. അതെ. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ സവാരി കുവൈത്ത് നമ്മൾ അങ്ങനെ ഒരുപാട് ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് നമുക്ക് വിശ്വാസമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. ഇപ്പം ഞാനിത് ജനങ്ങളുടെ മുമ്പിലോട്ട് ഇത് ഇങ്ങോട്ട് വെക്കുന്നതാണ്. അപ്പോൾ ചോദിക്കാനുള്ളത് നമുക്ക് പച്ചക്ക് തന്നെ ചോദിക്കാം. തീർച്ചയായും പബ്ലിക്കിൽ തന്നെ, അതിലൊരു മറയൊന്നുമില്ല. എങ്ങനെയാണ് ഈ ഡ്രീംസ് ട്രീനെ എൻ്റെ വീഡിയോ കാണുന്ന ഈ പ്രേക്ഷകർ വിശ്വസിക്കും? അതും കൂടെ സാറ് ഒന്ന് വിശദീകരിച്ചിട്ട് പോകും. ഡ്രീംസ് ട്രീ ഇവിടെ വന്നിട്ട് ഏതാണ്ട് 10 വർഷത്തോളമാകും. ഇവിടെ മംഗഫ് സാൽമിയ അബു ഖലീഫയിലാണ് ഡ്രീംസ് ട്രീ പ്രവർത്തിച്ചു വരുന്നത്. നേരിട്ട് തന്നെ വന്ന് ഇവിടുത്തെ നമ്മുടെ അക്രഡേഷൻസും നമ്മുടെ ലൈസൻസും എല്ലാം നമ്മുടെ സ്റ്റുഡൻസിന്, വരുന്ന ആൾക്കാർക്ക് പരിശോധിക്കാവുന്നതാണ്. ഇത് അമേരിക്കൻ ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ അണ്ടറിലുള്ള സർട്ടിഫിക്കേഷൻസ് ആണ് നമ്മുടെ മിക്ക പ്രോഗ്രാംസിനും പോകുന്നത്. അതുപോലെ WES, അതേപോലെ കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഫ്രം UK, അതേപോലെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് അക്കാഡമിയാണ് ഡ്രീംസ് ട്രീ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒത്തിരി ആൾക്കാർ ജോലി അന്വേഷിക്കുന്ന ആൾക്കാരുണ്ട്, ഇങ്ങോട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഈ ഒരു അക്കാദമി, പ്രത്യേകിച്ച് കുവൈത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടാകുമ്പോൾ, ഇപ്പോൾ ഇത് കുവൈത്തിൽ നിൽക്കുന്നുള്ള ഒരു അക്കാദമിയാണ്. അപ്പോൾ ഇത് ലൈസൻസ്ഡ് ആണ്. ഒരുപാട് ആൾക്കാർ ഇവിടുത്തെ പഠിച്ചിട്ട് ഇറങ്ങുന്നത് തന്നെ. ഇപ്പം ഞാൻ 2 ദിവസം മുമ്പ് ഇവിടെ വന്ന സമയത്ത് ഞാൻ കണ്ടിരുന്നു ഒത്തിരി ആൾക്കാരോട് വരുന്നതും പോകുന്നതൊക്കെ. നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ജോലി സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞെങ്കിൽ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് തരും. ഇത് നമ്മളെ സാൽമിയയിലെ ഓൾട്ട് സൂക്കിലാണ് ഈ ഒരു ബ്രാഞ്ച് ഉള്ളത്. മറ്റുള്ള ബ്രാഞ്ച് ഒന്ന് അബു ഖലീഫ ബ്ലോക്ക് 1 പാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റും, മറ്റുള്ളത് മംഗഫ് ബ്ലോക്ക് 3 ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദ സിൽവർ ലോണ്ടറിയുടെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന സ്ട്രീറ്റ് നമ്പർ 1620 കോർണറിലാണ് ഉള്ളത്. അപ്പോൾ കോൺടാക്ട് നമ്പറൊക്കെ കൂടെ ഉണ്ട്. സാറേ, ഒരുപാട് നന്ദി. കാരണം എന്താ വെച്ചെങ്കിൽ ഒത്തിരി ആൾക്കാർക്ക് ഈ ഒരു ഇൻ്റർവ്യൂ നിങ്ങളോട് ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാണ്. കാരണം നിങ്ങളല്ല എന്നെ വിളിച്ചിരുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞു. കാരണം ഒത്തിരി ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെടുന്നൊരു വിഷയമാണ്. ഒത്തിരി നന്ദിയുണ്ട് സാറേ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യേ. ഇത് നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഉപകാരമുണ്ട്. അപ്പോൾ ഒരു ഷെയർ കൊണ്ട് നമുക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ. ഒരാൾ രക്ഷപ്പെടുന്നുണ്ടെങ്കിലോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. താങ്ക് യു.